ഒറ്റ ചിത്രത്തിൽ മാത്രം നായകന്മാരായിട്ട് അഭിനയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള നടീനടന്മാരെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണത്. അതിലാദ്യമായിട്ട് നമുക്ക് കാണാവുന്നത് നയൻതാരയും ജയറാമുമാണ്. ഇവർ ഇവർ രണ്ടുപേരും ഒരു പരാജയ ചിത്രത്തിലല്ല ഒന്നിച്ചത്, സൂപ്പർ ഹിറ്റായ ഒരു സിനിമയിലായിരുന്നു. പക്ഷെ പിന്നീട് ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല, നായകന്മാരായിട്ട് അഭിനയിച്ചിട്ടില്ല. സാധാരണ അങ്ങനെ ഒരു പടം ഉണ്ടായിക്കഴിഞ്ഞാൽ തുടരെ പടങ്ങൾ ചെയ്യേണ്ടതാണ്. അടുത്തയാൾ സംയുക്ത വർമ്മയാണ്. സംയുക്ത വർമ്മയും മോഹൻലാലുമാണ്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന സിനിമ, അതായത് ഫാസിന്റെ ക്രിഞ്ച് പടം, തൊലിഞ്ഞ പടത്തിൽ ഇവർ രണ്ടുപേരും അഭിനയിച്ച ശേഷം പിന്നെ വേറെ ഇവരൊന്നിച്ചിട്ടില്ല. പിന്നുള്ളത് പൃഥ്വിരാജും നമ്മുടെ റിമ കല്ലിങ്കലുമാണ്. ഇവരും നായകന്മാരായിട്ടൊരു സൂപ്പർ ഹിറ്റ് സിനിമയിലാണ് ഒന്നിച്ചത്. പക്ഷെ പിന്നീടുള്ള ചിത്രങ്ങളിലൊന്നും ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. നായകന്റെ അമ്മയായിട്ടൊരു നടി അഭിനയിച്ചു കഴിഞ്ഞാൽ ആ പടം സൂപ്പർ ഹിറ്റ് ആയാൽ പിന്നെ ഒരുപാട് ചിത്രങ്ങൾ ഇവർ അമ്മയും മകനുമായിട്ടൊക്കെ ഒരുപാട് ചിത്രങ്ങൾ വരാറുണ്ട്. നന്ദനം പോലൊരു സൂപ്പർ ഹിറ്റ് സിനിമയിൽ പൃഥ്വിരാജും രേവതി അമ്മയും മകനുമായിട്ട് അഭിനയിച്ചെങ്കിലും പിന്നീട് ഇവർ അങ്ങനെ ഒരു കഥാപാത്രങ്ങൾ വന്നിട്ടില്ല ഇവരൊന്നിച്ച്. എന്നാൽ രേവതിയും പൃഥ്വിരാജും വീണ്ടും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതും രഞ്ജിത്ത് സംവിധാനം ചെയ്ത ചിത്രമാണ് ഇന്ത്യൻ റിവ്യൂ, അങ്ങനെ സിനിമയാണ്. തന്റെ പടത്തിൽ നായികയാകുന്ന നായക നടിക്ക് ഒന്നിൽ കൂടുതൽ ചിത്രങ്ങൾ നായികയായിട്ട് കൊടുക്കുന്ന ഒരു നടനാണ് ദിലീപ്. ദിലീപിന്റെ മിക്ക നായികമാർക്കും ദിലീപിനോടൊപ്പം തന്നെ അടുത്ത പടങ്ങളും ഉണ്ടാവും. പക്ഷേ മഡോണ സവേഴ്സിന് അങ്ങനെ പടങ്ങൾ കിട്ടിയിട്ടില്ല, ഒറ്റ പടത്തിൽ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ദിലീപിന് അതിനുശേഷം വലിയ പടങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ടായിരിക്കും, ആവാം. പ്രേമ സിനിമയ്ക്ക് ശേഷം നിവിൻ പോളിയും അതുപോലെ സായി പല്ലവിയും പിന്നെ സിനിമകൾ ഒരുമിച്ച് ചെയ്തിട്ടില്ല. നായകന്മാരായിട്ട് ഇവർ വന്നിട്ടില്ല. അടുത്തയാൾ ചാർമിളയാണ്. ചാർമിളയും ജയറാമും കേളി എന്ന സിനിമയിലാണ് നായകന്മാരായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ജയറാമിന്റെ നായികയായിട്ട് പിന്നെ ചാർമിളയെ കണ്ടിട്ടില്ല നമ്മൾ. ചാർമിളയും ജയറാമും ഒറ്റ ചിത്രത്തിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. അടുത്തയാൾ മോഹൻലാലിന്റെ നായികയായിട്ട് വന്ന തബുവാണ്. തബുവും മോഹൻലാലും ഒരു സിനിമയിൽ മാത്രമാണ് അഭിനയിച്ചിട്ടുള്ളത്, കാലാപാനിയാണ്. അപ്പോൾ ടാറ്റ.